सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है. എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാൻ പോകുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണം, ഓരോന്നിൻ്റെ മാർക്ക് മുതലായവ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കാം. സാമാന്യ നിർദ്ദേശ്, അത് ഞാൻ പറയാൻ പോകുന്നത് സാമാന്യ നിർദ്ദേശ്, അതായത് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. 15 मिनट का कूल ऑफ दि टाइम प्रश्न पत्र वाचन के लिए है. 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിക്കുക. ഗതിവിധി ഏക് കാ ഉത്തർ ലിഖന അനിവാര്യ ഹെ. ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ ഉത്തരം ഉറപ്പായിട്ട്, അതായത് കമ്പൽസറി ആയിട്ട് എഴുതണം. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखे. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതണം. അങ്ങനെ ടോട്ടൽ നിങ്ങൾ 5 പ്രവർത്തനങ്ങൾ എഴുതണം. 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും കമ്പൽസറി ആയിട്ട് എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതണം. ഓരോ പ്രവർത്തനങ്ങൾക്കും 5 മാർക്കാണ്. 5 × 5 25-നാണ് നിങ്ങളുടെ സ്കോർ, അതായത് മാർക്ക്. 2 മണിക്കൂറാണ് പരീക്ഷ ടൈം. അപ്പോൾ സാമാന്യ നിർദ്ദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം വായിച്ച് ഓരോ ആൻസറും എങ്ങനെ എഴുതണം എന്നുള്ള ഡിസൈഡ് ചെയ്യേണ്ട സമയമാണ്. ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവരും കമ്പൽസറി ആയിട്ട് എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതണം. അങ്ങനെ ടോട്ടൽ 5 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് സാമാന്യ നിർദ്ദേശം മനസ്സിലായി കാണും. അടുത്ത് നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. ഒന്നാമത്തെ പ്രവർത്തനം ഗതിവിധി 1 സൂചന ഗണ്ട് പഠേ ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. നമുക്ക് കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. അപ്പോൾ ഈ തരുന്ന പാരഗ്രാഫ് നമുക്ക് പരിചയമില്ലാത്ത ഒരു പാരഗ്രാഫ് ആയിരിക്കും. അത് സിമ്പിൾ പാരഗ്രാഫ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് സസൂക്ഷ്മം ശ്രദ്ധിച്ച് അത് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ ആൻസർ അതിൽ തന്നെയുണ്ട്. പാരഗ്രാഫ് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ശ്രദ്ധിക്കാം. നദി കെ കിനാരെ ഏക് ആം കാ പേഡ് ദാ. നദി കെ കിനാരെ, നദിയുടെ തീരത്ത്. നദി കെ കിനാരെ ഏക് ആം കാ പേഡ് ദാ. നദിയുടെ തീരത്ത് ഒരു മാവ് മരം, ആം കാ പേഡ് മാവ് മരം ഉണ്ടായിരുന്നു. ഉസ് പേഡ് പർ ഏക് ബന്ദർ രഹ്താ ദാ. ആ വൃക്ഷത്തിൽ, അതായത് ആ മരത്തിൽ ഏക് ബന്ദർ, ബന്ദർ കുരങ്ങൻ താമസിച്ചിരുന്നു. രഹ്താദ താമസിച്ചിരുന്നു. ഉസ് പേഡ് പർ ഏക് ബന്ദർ രഹ്താദ. ആ വൃക്ഷത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. വഹ് മീട്ടെ ആം ഖാതാദ. അതെന്ത് ചെയ്തിരുന്നു? വഹ് മീട്ടെ ഫൽ. അവൻ ആ മധുരമുള്ള, മീട്ടെ മധുരമുള്ള, ആം ഖാതാദ മാങ്ങ കഴിച്ചിരുന്നു. പേട് കെ നീച്ചെ ഏക ഖർഗോഷ് രഹ്താദ. ആ വൃക്ഷത്തിൻ്റെ താഴെയായിട്ട് പേട് കെ നീച്ചെ താഴെ, നീച്ചെ ഏക ഖർഗോഷ് രഹ്താദ, ഒരു മുയൽ താമസിച്ചിരുന്നു. വഹ് ബന്ദർ കാ മിത്രദ. അത് ബന്ദറിൻ്റെ മിത്രായിരുന്നു. മിത്ര എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. അപ്പം നമുക്ക് ഇനി അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാ നദി കെ കിനാരെ കോൺ സാ പേഡ് ദാ. നദിയുടെ തീരത്ത് ഏത് വൃക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്? ഏത് വൃക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്? വായിക്കാം, ചോയ്സ് വായിക്കാം. പീപ്പൽ കാ പേഡ് ആൽമരം, ആം കാ പേഡ് മാവുമരം, കട്ട്ഹൽ കാ പേഡ് പ്ലാവ് മരം, ജാമുൻ കാ പേഡ് ഞാവൽ മരം. അപ്പോൾ ഏത് മരമാണ് ഉണ്ടായിരുന്നത്? കൂട്ടുകാർക്ക് മനസ്സിലാക്കണം. ആം കാ പേഡാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പേഡ് പർ കോൺ രഹ്താദ. വൃക്ഷത്തിൽ ആരാണ് താമസിച്ചിരുന്നത്? ബക്കരി ആട്,
ബക്കരി ആട്, ബില്ലി പൂച്ച, ഹിരൺ മാന്, ബന്ദർ കുരങ്ങൻ. അപ്പം ഏതാണ് ആൻസർ? ഏതാണ്? ബന്ദർ കുരങ്ങനാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഗ ബന്ദർ ക്യാ ഖാത്താ ദ. ആ കുരങ്ങൻ എന്താണ് കഴിച്ചിരുന്നത്? മീഠേ ജാമുൻ മധുരമുള്ള ഞാവൽ, മീഠേ ആം മധുരമുള്ള പഴം, മീഠേ കട്ടഹൽ മധുരമുള്ള ചക്ക, മീഠേ സേബ് മധുരമുള്ള ആപ്പിൾ. ഏതാണ് കഴിച്ചിരുന്നത്? മീഠേ ആം മധുരമുള്ള മാങ്ങയാണ് കഴിച്ചിരുന്നത്. അടുത്ത നോക്കൂ ഖ ഖർഗോഷ് കഹാം രഹ്താ ദ. ഇനി മുയൽ എവിടെയാണ് താമസിച്ചിരുന്നത്? പേട് കെ നീച്ചെ മരത്തിന് താഴെ, പേട് കെ ഊപ്പർ മരത്തിന് മുകളിൽ, പേട് കെ സാമനെ മരത്തിന് അടുത്ത്, പേട് കെ പീച്ചെ മരത്തിന് പുറകിൽ. എവിടെയാണ് താമസിച്ചിരുന്നത്? പേട് കെ നീച്ചെ മരത്തിന് താഴെയാണ് താമസിച്ചിരുന്നത്. അടുത്ത ശ്രദ്ധിക്കൂ ബന്ദർ കാ മിത്ര കോൺ ദ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബന്ദർ കാ മിത്ര കോൺ ദ. കുരങ്ങന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ലോംഡി കുറുക്കനായിരുന്നു, ഹാത്തി ആനയായിരുന്നു, ഖർഗോഷ് മുയലായിരുന്നു, ഹിരൺ മാനായിരുന്നു. ആരായിരുന്നു കൂട്ടുകാരൻ? ഖർഗോഷ്. അപ്പം നിങ്ങൾക്ക് ഈ ആൻസർ ഇതാണ് പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. അപ്പോൾ പാരഗ്രാഫ് സിമ്പിളായിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കും പരീക്ഷയ്ക്ക് തരുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് അതിന് യോജിച്ച ആൻസർ ആ പാരഗ്രാഫിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. 5 മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എല്ലാ കൂട്ടുകാരും എഴുതണം. അത് കമ്പൽസറിയാണ്. ആ കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം. ഗതിവിധി 2 സൂചന ഗണ്ട് പടേ ഓർ പ്രശ്നവും കെ ഉത്തരലിക്കെ. വീണ്ടും നമുക്ക് ചെറിയൊരു പാരഗ്രാഫിൻ്റെ അംശം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. വർഷ ബൻകർ ബൂന്ദ് നീച്ചെ ആഗിരി. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബൂന്ദ് കാ സപ്പന എന്ന് പറഞ്ഞ ആ ഭാഗം നിങ്ങൾ പഠിച്ചു കാണും. അതിൽ നിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വർഷ ബൻകർ ബൂന്ദ് നീച്ചെ ആഗിരി. മഴയായിട്ട് മഴത്തുള്ളി എന്ത് ചെയ്തു? താഴോട്ട് വന്നു. നദിക്ക് ലഹരോമേൻ തൈർക്കർ. നദിയിലെ ഓളങ്ങളിൽ നീന്തിയിട്ട്, ലഹരോമയും തൈർക്കർ ആ തിരമാലയിൽ അല്ലെങ്കിൽ ഓളങ്ങളിൽ നീന്തുക. തൈർക്കർ ഗേത്തോം കോ സിഞ്ചാക്കർ വയലുകളെ നനച്ചിട്ട്, ഗാവോം സെ ഹോക്കർ ഗ്രാമം വഴി, ഷഹർ കി ഏക്ക് ടങ്കിയുമേയും ഗിർപടി പട്ടണത്തിലുള്ള ഒരു ടാങ്കിൽ വന്നു വീണു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മൾ ബൂന്ദ് കാ സപ്പന പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷഹർ കി ടങ്കിമേയും കോൻ ഗിർപടി. പട്ടണത്തിലുള്ള ടാങ്കിൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് വീണത്? ബൂന്ദ് ബൂന്ദ് തുള്ളി, ബാദൽ മേഘം, ചാന്ദ് ചന്ദ്രൻ, സൂരജ് സൂര്യൻ. ആരാണ് വീണത്? ആൻസർ അറിയായിരിക്കും നിങ്ങൾക്ക്. ബൂന്ദ്. അടുത്ത് നോക്കൂ. ഖ പാനി അമൂല്യ ഹൈ इसका संरक्षण करे. पानी अमूल्य है, इसका संरक्षण करे. यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ करे. ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പീപ്പിൾ ദാദിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിച്ചിരിക്കുകയാണ്. ഇതൊരു സന്ദേശാത്മക പോസ്റ്ററാണ്, സന്ദേശം നൽകുന്ന പോസ്റ്റർ. ആ സന്ദേശവും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പാനി അമൂല്യ ഹൈ ഇസ്കാ സംരക്ഷൺ കരേ. അപ്പോൾ വെള്ളം അമൂല്യമാണ്, അതിനെ സംരക്ഷിക്കണം. അപ്പം വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു സന്ദേശാത്മക പോസ്റ്ററാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം. സന്ദേശാത്മക പോസ്റ്ററിൽ ചിത്രം വരയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ പോസ്റ്ററിൻ്റെ ബോർഡറൊക്കെ വരച്ച് അവിടെ ഒരു ചിത്രവും വരച്ചതിന് ശേഷം ഈ സന്ദേശം എഴുതി വയ്ക്കുക. പാനി അമൂല്യ ഹൈ ഇസ്കാ സംരക്ഷൺ കരേ. ഉദാഹരണത്തിന് ഇപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം കളയുന്നതാണെങ്കിൽ, പാത്രം നിറഞ്ഞ് വെള്ളം കളയുന്ന ഒരു ചിത്രം വരച്ചിട്ട് ഈ സന്ദേശം എഴുതുകയാണെങ്കിൽ അത് വളരെ ആപ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പോസ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പാനി അമൂല്യ ഹൈ ഇസ്കാ സംരക്ഷൺ കരേ. വെള്ളം അമൂല്യമാണ്, ഇത് സംരക്ഷിക്കണം. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് പോസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കാനുള്ളത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പീപ്പിൾ ദാദിയുടെ ജന്മദിനമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കി കാണും. അപ്പോൾ ഇതൊരു സന്ദേശാത്മക പോസ്റ്ററാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായി കാണും. അടുത്ത് നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. മൂന്നാമത്തെ പ്രവർത്തനം സൂചന താലിക കി
താലിക की സഹായത से ചിത്ര പഹചാൻ കർ ലിഖേ. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അക്ഷരങ്ങളുടെ ഒരു ചാർട്ടും ഒരു വശത്തായിട്ട് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിൽ നിന്ന് വാക്ക് ഉണ്ടാക്കാനും ആ ചിത്രത്തിന് യോജിച്ച വാക്ക് എഴുതാനുമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം നോക്കൂ, ആ ചാർട്ട് നോക്കൂ, അതിന് ശേഷം ചിത്രങ്ങൾ നോക്കൂ. ചിത്രത്തിൽ ഇതാണ്. ഒന്നാമത്തെ ചിത്രം ഒരു ആനയുടെ ചിത്രമാണ്, രണ്ടാമത്തേത് ചക്കയുടെ ചിത്രമാണ്, മൂന്നാമത്തേത് പട്ടത്തിൻ്റെ ചിത്രമാണ്, നാലാമത്തേത് സൈക്കിളാണ്, 5 വീടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ പരിചയം കാണും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന വാക്കുകളാണ്. അപ്പോൾ ആനയ്ക്ക് ഹിന്ദിയിൽ എന്ത് പറയും? അപ്പോൾ അത് നോക്കണം. ആനയ്ക്ക് ഹിന്ദിയിൽ ഹാത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ വാക്ക് എഴുതുക. ഹാത്തി എന്ന് എഴുതണം. അടുത്ത് ചക്കയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? കട്ട്ഹൽ. അതും അതേപോലെ എഴുതണം. പട്ടത്തിന് എന്ത് ഹിന്ദിയിൽ പറയും? പതംഗ്. മനസ്സിലായോ? പതംഗ്. സൈക്കിളിന് എന്ത് പറയും? സൈക്കിൾ എന്ന് തന്നെ പറയും. ഘർ, വീടിന് ഘർ എന്ന് പറയും. അപ്പോൾ ഇത് 5 എഴുതുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതേപോലത്തെ വാക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും നല്ലവണ്ണം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് വരാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗതിവിധി 4, 4ാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. സൂചന ഗണ്ട് പഠി ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. അടുത്തും ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് അല്ലേ? അത് നോക്കാം നമുക്ക്. നദി കെ കിനാരെ മനു ബാസുരി ബജാത്തെ ബജാത്തെ ചൽ രഹാദ. ഈ സന്ദർഭവും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. മനു ഓർ ബാസുരി എന്ന ഭാഗം നിങ്ങൾ പഠിച്ചു കാണും. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നദി കെ കിനാരെ മനു ബാസുരി ബജാത്തെ ബജാത്തെ ചൽ രഹാദ. നദിയുടെ തീരത്തു കൂടെ നമ്മുടെ മനു ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ചൽത്തെ ചൽത്തെ ഉസ്കാ പയർ ഫിസൽ ഗയ. അപ്പം നടക്കുന്ന ഇടയിൽ അവൻ്റെ കാല് വഴുതിപ്പോയി. ബാസുരി നദിമയും ഗിർപ്പടി. ഓടക്കുഴൽ എന്ത് ചെയ്തു? നദിയിൽ വീണുപോയി. ബഹത്തി ബഹത്തി വഹ് ഏക്ക് പത്തർ സെ ടക്കരാക്കർ രുക്കുകയെ. അപ്പോൾ ആ ഓടക്കുഴൽ ഒഴുകി ഒഴുകി ഒരു പാറയിൽ തട്ടി നിൽക്കുന്നു. അപ്പോൾ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പാരഗ്രാഫിൽ പറഞ്ഞ സന്ദർഭം. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ക ബാസുരി കിസ്സെ ടക്കരാക്കർ രുക്കുകയെ. അപ്പോൾ നമ്മുടെ ഓടക്കുഴൽ എന്തിൽ തട്ടിയാണ് നിന്നത്? നമുക്ക് ചോയ്സ് നോക്കാം. നാവസെ വള്ളത്തിൽ തട്ടി നിന്നു, പേഡ്സെ മരത്തിൽ തട്ടി നിന്നു, പത്തർസെ കല്ലിൽ തട്ടി നിന്നു, മച്ചലീസെ മീനിൽ തട്ടി നിന്നു. എന്താണ്? ഏതിൽ തട്ടി നിന്നതാണ് ആൻസർ? പത്തർസെ. അതെ, പത്തർസെ. അടുത്ത് ശ്രദ്ധിക്കൂ. താലികാക്കി സഹായദാസെ വാർത്താലാപക്ക് പൂർത്തീകരി. വാർത്താലാപ കോൺവെർസേഷനാണ്. അപ്പുറത്ത് നിങ്ങൾക്ക് അതിന് യോജിച്ച സെൻറ്റൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് ഈ വാർത്താലാപിന് എവിടെയാണോ യോജിക്കുന്നത് അത് എഴുതുക. അപ്പം നമുക്ക് നോക്കാം. നദി ബാസുരി. അപ്പം നദിയും ബാസുരിയും തമ്മിലുള്ള വാർത്താലാപാണ്, നിങ്ങൾ പഠിച്ചതാണ്. അപ്പം നമുക്ക് ശ്രദ്ധിക്കാം. നദി ബാസുരി തും നദിമേയും കൈസെ ആയി. ഓടക്കുഴലേ നീ എങ്ങനെയാണ് നദിയിലോട്ട് വന്നത്? ബാസുരി ഡാഷ്, ഒരു ഡാഷാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നദി അതും ഒരു ഡാഷാണ്. ബാസുരി മനു കെ ഹാത്ത് സെ ചൂട്ട് കർ ഗിർ ഗയി. മനുവിൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണു. നദി തും മനു വഹ് കോൺ ഹേ. മനു അത് ആരാണ്? നദി ചോദിക്കേണ്ട. ബാസുരി അവിടെയും ഒരു ഡാഷ് കാണിച്ചിരിക്കുന്നു. നദി മെയും തുമാരി സഹായത കരുങ്കി. ഞാൻ നിന്നെ സഹായിക്കാം. ബാസുരി കൈസെ. അപ്പം ബാസുരി ചോദിക്കുകയാണ് എങ്ങനെ? നദി ഡാഷ്. എന്താണ്? നമുക്കിനി ആൻസറുകൾ നോക്കാം. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന അതിൻ്റെ അർത്ഥം ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഓ കൈസെ ഗിർ ഗയി. ഓ നീ എങ്ങനെ വീണു? മെയും നദിമേയും ഗിർ ഗയിഹും. ഞാൻ നദിയിൽ വീണിരിക്കുന്നു അല്ലെങ്കിൽ വീണു പോയിരിക്കുന്നു. മെയും തുമേം കിനാരെ ലേ ജാവൂങ്കി. ഞാൻ നിന്നെ കരയിലോട്ട് കൊണ്ടുപോവാം. മനു മേരാ മിത്ര ഹെ. മനു മേരാ മിത്ര ഹെ. അപ്പോൾ ഇതൊക്കെയാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓ കൈസെ ഗിർ ഗയി. ഓ നീ എങ്ങനെ വീണുപോയി? മെയും ഗിർ ഗയിഹും. ഞാൻ നദിയിൽ വീണു പോയിരിക്കുന്നു. മെയും തുമേ കിനാരെ ലേ ജാവൂങ്കി. ഞാൻ നിന്നെ തീരത്തിൽ കൊണ്ടുപോകാം. മനു മേരാ മിത്ര ഹെ. മനു
മനു മേര മിത്ര ഹെ. മനുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് പൂരിപ്പിക്കാനുള്ളതെന്ന് ശ്രദ്ധിക്കാം. നദി ബാസുരി തും നദി മെയും കൈസെ ആയി. ബാസുരി, നീ എങ്ങനെയാണ് നദിയിൽ വന്നത്? അപ്പോൾ ബാസുരി എന്താണ് പറഞ്ഞത്? മെയും നദി മെയും ഗിർ ഗയി ഹും. ഞാൻ നദിയിൽ വീണുപോയി. അങ്ങനെയാണ് നദി. അപ്പം നദി എന്താണ് ചോദിച്ചത്? എന്തായിരിക്കും? ഓ കൈസെ ഗിർ ഗയി. ഓ നീ എങ്ങനെയാണ് വീണത്? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ബാസുരി പറയുകയാണ്, മനു കെ ഹാത്ത് സെ ചൂട്ട് കർ ഗിർ ഗയി. മനുവിൻ്റെ കയ്യിൽ നിന്നും അല്ലേ തെറിച്ച് വീണു പോയതാണ്. നദി മനു വഹ് കോൻ ഹെ. മനു അതാരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? മനു മേര മിത്ര ഹെ. മനു മേര മിത്ര ഹെ. നദി മെയും തുമാരി സഹായത കരൂങ്കി. ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. ബാസുരി കൈസെ എങ്ങനെ? അപ്പം എന്താണ്? മെയും തുമേ കിനാരെ ലേ ജാവൂങ്കി. ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോകും? തീരത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നദി ബാസുരി തും നദി മെയും കൈസെ ആയി. ബാസുരി ഓടക്കുഴൽ, നീ എങ്ങനെയാണ് നദിയിൽ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാസുരി പറയുന്നത് എന്താണ്? മെയും നദി മെയും ഗിർ ഗെയ്ഹും. ഞാൻ നദിയിൽ വീണു പോയിരിക്കുകയാണ്. നദി അപ്പം നദി എന്താണ് പറഞ്ഞത്? ഓ കൈസെ ഗിർ ഗയി. ഓ കൈസെ ഗിർ ഗയി എന്ന് പറയുകയാണ്. അപ്പം ബാസുരി മനു കെ ഹാത്ത് സെ ചൂട്ട് കർ ഗിർ ഗയി. മനുവിൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണുപോയി, അല്ലെങ്കിൽ മനുവിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണു എന്ന് പറയുകയാണ്. നദി മനു വഹ് കോൻ ഹെ. മനു അതാരാണ്? മനു മേര മിത്ര ഹെ. അപ്പം ബാസുരി പറഞ്ഞതാണ് മനു മേര മിത്ര ഹെ. നദി മെയും തുമാരി സഹായത കരൂങ്കി. ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുകയാണ്. ബാസുരി കൈസെ എങ്ങനെ? നദി എന്താണ് പറഞ്ഞത്? മെയും തുമേ കിനാരെ ലേ ജാവൂങ്കി. ഞാൻ നിന്നെ തീരത്തെ കൊണ്ടുപോകാം. അതാണ് അതിൻ്റെ ആൻസർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്ത അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. സൂചന ചിത്ര ദേഖെ ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖെ. ചിത്രം നോക്കുക, ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. എന്താണ് അവിടെ? കുട്ടി അല്ലേ, ഒരു ആൺകുട്ടി എന്തോ ഒട്ടിക്കുന്നു. അതൊരു പോസ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ. രണ്ടാമത്തെ ചിത്രം നോക്കൂ. അത് അവരിതാ ബലൂണൊക്കെ കൊണ്ട് പീപ്പിൾ ദാദിയുടെ അടുത്ത് വരുന്നു. എന്തിനായിരിക്കും? പീപ്പിൾ ദാദിയെ അലങ്കരിക്കാൻ അല്ലേ, അലങ്കരിക്കാനായിരിക്കും. അടുത്ത മൂന്നാം ചിത്രം നോക്കും. അത് അവർ ബലൂണും തോരണും ഒക്കെ കൊണ്ട് പീപ്പിൾ ദാദിയെ അലങ്കരിക്കുന്നു. അടുത്ത നാലാമത്തെ ചിത്രം നോക്കൂ. പീപ്പിൾ ദാദി സന്തോഷവതിയാകുന്നു അല്ലേ. എന്തായിരിക്കും കാരണം? അറിയാം നമുക്ക്. പീപ്പിൾ ദാദിയുടെ ജന്മദിനമാണ്. അതുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ എന്ത് ചെയ്തത്? പീപ്പിൾ ദാദിയുടെ ചുറ്റും വന്നിട്ട് പീപ്പിൾ ദാദിയെ അലങ്കരിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും. അപ്പോൾ നമുക്ക് അതിന് യോജിച്ച സെൻറ്റൻസുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ. ചിത്ര കെ അനുസാർ വാക്യോം കോ ക്രമസെ ലിഖെ. ചിത്രത്തിന് അടിസ്ഥാനമാക്കി അതെന്ത് ചെയ്യുക? എഴുതുക. ഇപ്പോൾ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒന്നാമത്തെ ചിത്രം കുട്ടി എന്ത് ചെയ്യുന്നു? പോസ്റ്റർ ഒട്ടിക്കുന്നു അല്ലേ, പോസ്റ്റർ ഒട്ടിക്കുന്നു. അതിന് യോജിച്ച് എന്താണ്? ബच्चे പോസ്റ്റർ ലഗാത്തെ ഹെ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റർ ഒട്ടിക്കുന്നു. മനസ്സിലായോ? അടുത്ത ചിത്രം എന്താണ്? ശ്രദ്ധിച്ചു അല്ലേ. പീപ്പിൾ ദാദിയുടെ ചുറ്റും അവരെന്ത് ചെയ്യുന്നു? ബലൂണും തോരണമൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? ബच्चे ഗുബ്ബാരെ और തോരൻ സെ സജാത്തെ ഹെ അല്ലേ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ബലൂണും തോരണവും കൊണ്ട് അലങ്കരിക്കുന്നു. അടുത്തത് നോക്കൂ. മൂന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കൂ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആൽമരത്തിനെ അലങ്കരിച്ചതിന് ശേഷം എല്ലാവരും അവിടെ എത്തുകയാണ് അല്ലേ. ബच्चे പീപ്പിൾ ദാദിക്ക് സാമനെ ഖേൽത്തെ ഹെ. അതിനുശേഷം കുട്ടികൾ എന്ത് ചെയ്യുന്നു? പീപ്പിൾ ദാദിയുടെ ചുറ്റും കളിക്കുന്നു അല്ലേ. അപ്പോൾ നാലാമത്തെ ചിത്രം നോക്കൂ. പീപ്പിൾ ദാദി സന്തോഷവതിയാകുന്നു അല്ലേ. പീപ്പിൾ ദാദി ബഹുത് ഖുഷ് ഹോ ജാത്തി ഹെ. പീപ്പിൾ ദാദി വളരെ സന്തോഷവതിയാണ്, സന്തോഷിക്കുന്നു. മനസ്സിലായല്ലോ കുട്ടികളെ. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഒന്നും കൂടെ. അപ്പം 4 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിത്രങ്ങൾക്ക് യോജിച്ച സെൻറ്റൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ ചിത്രത്തിന് യോജിച്ചത് എന്താണ്? ബच्चे പോസ്റ്റർ ലഗാത്തെ ഹെ. കുട്ടികളെ പോസ്റ്റർ ഒട്ടിക്കുന്നു.
രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ബच्चे ഗുബ്ബാരെ ഓർ തോരൻ സെ സജാത്തെ ഹെ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ബലൂണും തോരണവും കൊണ്ട് പീപ്പിൾ ദാദിയെ അലങ്കരിക്കുന്നു. മൂന്നാമത്തെ ചിത്രം എന്താണ്? കുട്ടികൾ കളിക്കുന്നു അല്ലേ പീപ്പിൾ ദാദിയുടെ അടുത്ത്. അതിന് യോജിച്ച സെൻറ്റൻസ് എന്താണ്? ബच्चे പീപ്പിൾ ദാദിക്ക് സാമനെ ഖേൽത്തെ ഹെ. കുട്ടികൾ പീപ്പിൾ ദാദിയുടെ അടുത്ത് കളിക്കുന്നു. അടുത്ത അവസാനത്തെ എന്താണ്? പീപ്പിൾ ദാദി സന്തോഷവതിയാകുന്നു അല്ലേ ഇത് കണ്ടിട്ട്. പീപ്പിൾ ദാദി ബഹുത് ഖുഷ് ഹോ ജാത്തി ഹെ. പീപ്പിൾ ദാദി വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ അതാണ് അതിനെ യോജിച്ച സെൻറ്റൻസുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ചിത്രങ്ങൾ കൊടുത്തിട്ട് സെൻറ്റൻസുകൾ താഴെ ക്രമം തെറ്റിച്ച് കൊടുത്തിരിക്കും. നിങ്ങൾ ഓരോ ചിത്രവും നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നിരീക്ഷിച്ചതിന് ശേഷം അതിനെ യോജിച്ച സെൻറ്റൻസുകൾ ക്രമത്തിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ചിത്രമേം കോൺസാ പേട് ഹേ. ചിത്രത്തിൽ ഏത് വൃക്ഷമാണ്? ആം കാ പേട് മാവ് മരമാണോ? അല്ല. പീപ്പിൾ കാ പേടാണോ? അതെ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ പീപ്പിൾ കാ പേടാണ്, ആൽമരമാണ്. താട് കാ പേട് പനയാണോ? അത് അല്ല. കട്ടഹൽ കാ പേട് പ്ലാവാണോ? അത് അല്ല. അപ്പോൾ എന്താണ് ആൻസർ? പീപ്പിൾ കാ പേട്. അപ്പോൾ ഇതാണ് 5ാമത്തെ പ്രവർത്തനം. അടുത്ത് നമുക്ക് 6ാമത്തെ പ്രവർത്തനം, അവസാനത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പ്രവർത്തനം കാണും. ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ 1ാമത്തെ പ്രവർത്തനം എല്ലാവരും എഴുതിയിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 1ാമത്തെ പ്രവർത്തനം എല്ലാവരും എഴുതണം. 2 മുതൽ 6 വരെ ഉള്ളതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ടോട്ടൽ 5 പ്രവർത്തനം. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, 5 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതണം. 6 പ്രവർത്തനങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. 1ാമത്തെ പ്രവർത്തനം കമ്പൽസറി ആയിട്ട് എല്ലാവരും എഴുതണം. 1ാമത്തെ പ്രവർത്തനം വിടാൻ പാടില്ല. മനസ്സിലായോ? അടുത്ത 6ാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. സൂചന കവിത പഠേ ഓർ പ്രശ്നവുമൊക്കെ ഉത്തരലിക്കുക. ഇനി ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. ആ കവിത വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ഏക് ഗിൽഹരി ഏക് പേട് സെ. ഒരു അണ്ണാൻ ഒരു വൃക്ഷത്തിൽ ഭാഗി ആത്തി ഹെ. ഓടി ഓടി വരികയാണ്. ഏക് ഗിൽഹരി നീച്ചെ ബൈട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു അണ്ണാൻ എന്ത് ചെയ്യുന്നു? താഴെ ഇരിക്കുന്നു. ഉസ്കോ പാസ് ബുലാത്തി ഹെ. അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ അടുത്തോട്ട് വിളിക്കുന്നു. ദോനോ മിൽക്കർ നാച്ച് രഹി ഹെ. രണ്ടുപേരും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? കളിക്കുന്നു. അപ്പിനി പൂഞ്ച് ഉഡാ കർത്തേ ഹെ. അതിൻ്റെ വാലിനെ എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു. ഇത്തന സുന്ദർ നാച്ച് ദേക്തി. പിന്നെ എന്ത് ചെയ്യുന്നു? അവർ വളരെ സുന്ദരമായിട്ട് നൃത്തം വയ്ക്കുന്നു. ഏക്ക് മോർനി ആ കർക്കെ. അതിനുശേഷം എന്താണ് വരുന്നത്? ഒരു മയിൽ വരുന്നു. മയിൽ വന്ന് നൃത്തം ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ കവിതയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. കവിതാമയം വൃക്ഷിക്ക സമാൻ അർത്ഥവാല ശബ്ദ ഹേ. അപ്പോൾ ഈ കവിതാ ഭാഗത്തിൽ വൃക്ഷത്തിന് പകരം പഠിച്ച വേറൊരു വാക്കുണ്ട്. ഏതാണ്? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. 1ാമത് കൊടുത്തിരിക്കുന്ന ചോയ്സ് ഇതാണ്. ഗിൽഹരി അണ്ണാൻ എന്നാണ്. പേട് വൃക്ഷം. പൂഞ്ച് എന്ന് പറഞ്ഞ വാല്. മോർണി എന്ന് പറഞ്ഞാൽ എന്താണ്? മോർണി മയിൽ. ഏതാണ്? അപ്പോൾ പേട് വൃക്ഷമാണ്. വൃക്ഷം. പേട് മരം. ഇപ്പം വൃക്ഷത്തിന് പകരം പഠിച്ച വേറൊരു വാക്ക് കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പേടാണ്. അടുത്ത് നോക്കൂ. സഹി മിലാൻ കരെ. ശരിയായിട്ടുള്ളത് യോജിപ്പിക്കണം. 2 കോളങ്ങളുണ്ട്. ആന്നും ആന്നും. ഇപ്പോൾ ശ്രദ്ധിക്കാം. ആയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഏക് ഗിൽഹരി പേട് സെ നീച്ചെ ബൈട്ടി ഗിൽഹരി പൂഞ്ച് ഉഡാക്കർ മോർനി ആക്കർ. അപ്പോൾ ഏക് ഗിൽഹരി പേട് സെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അണ്ണാൻ മരത്തിൽ. നീച്ചെ ബൈട്ടി ഗിൽഹരി താഴെ ഇരിക്കുന്ന അണ്ണാൻ. പൂഞ്ച് ഉഡാക്കർ വാല് ഉയർത്തിയിട്ട്. മോർനി ആക്കർ മയിൽ വന്നിട്ട്. അപ്പോൾ ഇനി അപ്പുറത്തുള്ള ആയിലുള്ള നമുക്ക് നോക്കാം. ദോനും നാച്ച് രഹി ഹെ. രണ്ടുപേരും കളിക്കുന്നു. ഭാഗി ആത്തി ഹെ. ഓടി ഓടി വരുന്നു. സുന്ദർ നാച്ച് ദേഖ്തി ഹെ. സുന്ദരമായ നൃത്തം കാണുന്നു. ഉസ്കോ പാസ് ബുലാത്തി ഹെ. അതിനെ അടുത്തോട്ട് വിളിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. ഏക് ഗിൽഹരി പേട് സെ. ഒരു ഗിൽഹരി വൃക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? അപ്പം അതിന് ചോദിച്ചെന്താണ്? ഭാഗി ആത്തി ഹെ. ഭാഗി ആത്തി ഹെ. ഓടി ഓടി വരുന്നു. നീച്ചെ ബൈട്ടി ഗിൽഹരി. അപ്പം താഴെ ഇരിക്കുന്ന അണ്ണാൻ എന്ത് ചെയ്യുന്നു? ഉസ്കോ പാസ് ബുലാത്തി ഹെ. പൂഞ്ച് ഉഡാക്കർ എന്ത് ചെയ്യുന്നു? വാല് ഉയർത്തിയിട്ട് അവ എന്ത് ചെയ്യുന്നു? ദോനും നാച്ച് രഹി ഹെ. രണ്ടുപേരും
എന്ത് ചെയ്യുന്നു, നൃത്തം വെക്കുന്നു. മോർണി ആക്കർ, അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഒരു മയിൽ വന്നിട്ട് മോർണി ആക്കർ സുന്ദര നാച്ച് ദേഖ്തി ഹെ, ആ സുന്ദരമായ നൃത്തം കാണുന്നു. മനസ്സിലായല്ലോ, സുന്ദർ നാച്ച് ദേഖ്തി. അപ്പോൾ അതാണ് അതിന് യോജിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് മനസ്സിലാക്കാം. ഏക് ഗിൽഹരി പേട് സെ ഭാഗി ഭാഗി ആത്തി ഹെ, നീച്ചെ ബൈഠി ഗിൽഹരി ഉസ്കോ പാസ് ബുലാത്തി ഹെ, പൂഞ്ച് ഉടാക്കർ, വാൽ ഉയർത്തി എന്ത് ചെയ്യുന്നു, ദോനോ നാച്ച് രഹി ഹെ, നാച്ച് രഹി ഹെ, രണ്ടുപേരും കളിക്കുന്നു. മോർണി ആക്കർ സുന്ദർ നാച്ച് ദേഖ്തി ഹെ, മയിൽ വന്ന് എന്ത് ചെയ്യുന്നു, ആ സുന്ദരമായ നൃത്തം കാണുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷം ചോദിച്ച, അതായത് കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ആനുവൽ എക്സാമിൻ്റെ മോഡൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ 5 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതണം. ഒന്നാമത്തെ പ്രവർത്തനം കമ്പൽസറി ആണ്. 2 മുതൽ 6 വരെ ഉള്ളതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതണം. അപ്പോൾ ഓരോന്നിനും 5-5 മാർക്കാണ്. അങ്ങനെ 25-നാണ് നിങ്ങളുടെ മാർക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പരീക്ഷ നല്ലവണ്ണം എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏവർക്കും നന്ദി.